നിങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ പൊസിഷൻ അതൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ആ ഒരു പൊസിഷനിൽ എത്തിയപ്പോൾ നിങ്ങളുടെ ഡ്രസ് കോഡ്, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളുടെ ഒരു ഓഫീസ്, നിങ്ങളുടെ ഒരു കാർ, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും. വളരെയധികം സന്തോഷിക്കുന്ന മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്നു. ഈ ലോകത്ത് നിങ്ങളുടേതായ ഒരു സംഭാവന നൽകാൻ സാധിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേർന്നതിന്റെ ഒരു അദമ്യമായ ആഹ്ലാദം ഉള്ളിൽ ഇങ്ങനെ ഇരതള്ളി വരുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്ന എക്സാം, ആ ഒരു ആനുവൽ എക്സാമിന്റെ ദിവസത്തേക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വരും. മനസ്സിന് വളരെ ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. വളരെ ക്വിക്കായിട്ട് എക്സാമിന്റെ ദിവസം അന്ന് രാവിലെ നിങ്ങൾ എണീക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമായ ഹാൾ ടിക്കറ്റും പേനയും മറ്റ് സാധനങ്ങളൊക്കെ എടുക്കുന്നു. എന്നിട്ട് നേരെ സ്കൂളിലേക്ക് പോകുന്നു. നിങ്ങൾ ഇരിക്കുന്ന സീറ്റ് കണ്ടെത്തുന്നു. എന്നിട്ട് ആ സീറ്റിൽ കയറിയിരിക്കുന്നു. ബെല്ലടിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലേക്ക് ക്ലാസ്സിലേക്ക് വരുന്നു. അദ്ദേഹം നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് തരുന്നു. നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പർ തരാനുള്ള ബെല്ലടിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ വലത് കൈകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ വാങ്ങിയിട്ട് കൂൾ ഓഫ് ടൈമിൽ അതൊന്നിങ്ങനെ വായിച്ചു നോക്കും. യു ഫീൽ ക്വൈറ്റ് ഹാപ്പി. കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയ ഒരുപാട് ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, എനിക്ക് എക്സാം വളരെ നന്നായിട്ട് എഴുതാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസോട് കൂടി നിങ്ങൾ പരീക്ഷ എഴുതാൻ തുടങ്ങുന്നു. വളരെ കൂളായിട്ട് പരീക്ഷ എഴുതുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുന്നു. അഡീഷണൽ ഷീറ്റുകൾ വാങ്ങുന്നു. അങ്ങനെ പരീക്ഷ അവസാനിക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് മുമ്പ് മുഴുവൻ എഴുതി തീർക്കുന്നു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഇങ്ങനെ ഓടിച്ചു നോക്കുന്നു. എല്ലാം കറക്റ്റ് ആണ്. ലാസ്റ്റ് ബെല്ലടിക്കുമ്പോ ഈ ആൻസർ ഷീറ്റ് ഇൻവിജിലേറ്റർക്ക് സന്തോഷത്തോടു കൂടി കൈമാറുന്നു. വളരെ ഹാപ്പി ആയിട്ട് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിങ്ങളുടെ മുഖം നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതേ ഹാപ്പിനെസ്സോടുകൂടെ എല്ലാ പരീക്ഷയും നിങ്ങൾ എഴുതുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ട് എല്ലാ പരീക്ഷയും എഴുതുന്നു. ഇനി വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് വരുന്ന ദിവസത്തേക്ക് പോകുന്നു. ഇന്നാണ് റിസൾട്ട് വരുന്നത്. നിങ്ങൾ തലേ ദിവസം തന്നെ റിസൾട്ട് വരുന്ന സൈറ്റുകൾ ഏതാണൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഫോണിൽ അതൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് വെക്കുന്നു. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ആ മൊബൈൽ ഫോണിന്റെ ചെറിയ സ്ക്രീനിൽ നിങ്ങളുടെ റിസൾട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു. ഏറ്റവും മുകളിൽ ഗവൺമെന്റ് ഓഫ് കേരള, അതിന്റെ എംബ്ലോക്ക് ഉണ്ട്, SSLC എക്സാമിനേഷൻ, പിന്നെ നിങ്ങളുടെ പേര് കാണാം. അതിന്റെ താഴേക്ക് ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകളായിട്ട് കാണാം. അതിന്റെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. അടുത്ത മൊമെന്റിൽ ഈ മൊബൈൽ ഫോണിലെ ചെറിയ മാർക്ക് ലിസ്റ്റിനെ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും വലുതായി ഏറ്റവും വലുതാക്കിയിട്ട് നിങ്ങൾ കാണണം. 1, 2, 3 ഗോ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് അതങ്ങോട്ട് ആകാശത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് ഏറ്റവും വലിയ വലിപ്പത്തിൽ നിങ്ങളുടെ പേരും A+കളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. 1, 2, 3 ഗോ. ഏറ്റവും വലിയ വലിപ്പത്തിൽ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന അത്രയും മികച്ച രീതിയിൽ നിങ്ങളുടെ റിസൾട്ടാണ് നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യു ഫീൽ ക്വൈറ്റ് ഹാപ്പി, ക്വൈറ്റ് എക്സൈറ്റഡ്. ആ ഒരു റിസൾട്ടുമായിട്ട് പാരന്റ്സിന്റെ അടുത്തേക്ക് ഓടി വരുന്നത്, അവരുടെ മുഖത്തുള്ള സന്തോഷം, ടീച്ചേഴ്സിനെ വിളിക്കുന്നത്, അവരുടെ ഒരു സന്തോഷം, ലഡു കഴിക്കുന്നത്, എവറിത്തിങ് യു ഗോ ത്രൂ ഓൾ ദോസ് പോസിറ്റീവ് എക്സ്പീരിയൻസസ്. ഈ ഒരു മൊമെന്റ് മുതൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ കോൺസെൻട്രേഷനോടുകൂടെ പഠിക്കാൻ സാധിക്കും. വളരെ കോൺസെൻട്രേഷനോടുകൂടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ കൃത്യമായി സൂക്ഷിക്കാൻ പറ്റും. കൃത്യമായിട്ട് പ്ലാനോടുകൂടെ മുന്നോട്ട് പോകാൻ പറ്റും. ടീച്ചേഴ്സിനോട്, പാരന്റ്സിനോട് നല്ല രീതിയിൽ പെരുമാറാനും അവരുടെയൊക്കെ അനുഗ്രഹത്തോടുകൂടെ മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യു വിൽ ബിക്കം ബെറ്റർ ആൻഡ് ബെറ്റർ.